ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുങ്ങി കിട്ടി പോണത് നമ്മുടെ 7 മാളിൽ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വളാഞ്ചേരി 15 മുതൽ ഓഫറും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചേച്ചിയും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് പോകാമെന്ന് വിചാരിച്ചു. ചേച്ചിക്ക് ഫ്രൈ പാനിലും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്ന് കുറേ ആയി പറയുന്നുണ്ടായിരുന്നു. നമുക്കും അല്ലറ ചില്ലറ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ അങ്ങോട്ട് ചെന്ന് എത്തിയത് ഞങ്ങൾക്ക് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലാണെങ്കിൽ വേണ്ടത്ര ബഡ്ജറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും നോട്ടത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല. ഓരോന്ന് നോക്കി വായിച്ചിട്ട് ഞാൻ പൂജിറ്റോട് പോകാൻ ഇതിനൊക്കെ ഓഫർ ഉണ്ടെടാ പറയുമ്പോൾ പൂജിറ്റ് പറയും എടുത്ത പോലെ അങ്ങോട്ട് വെച്ചോളൂ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ചവിട്ടി മേടിച്ചിട്ടുണ്ടായിരുന്നു, ഓഫറിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു ഭരണി പോലത്തെ കുഞ്ഞു ഭരണികൾ മേടിച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ ചേച്ചിക്ക് ഫ്രൈ പാനിൽ എടുക്കാൻ പറഞ്ഞില്ലേ, അതും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോക്കിയതും കണ്ടതും ഒക്കെ ഓഫറിലുള്ളത് ഒരുപാട് സാധനങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 24-ാം തീയതി വരെ കണ്ടിട്ട് തോന്നുന്ന ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് പോരാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സ്റ്റേഡിയം മൂസയിൽ ബിന്ദു പണിക്കൊരു അവസ്ഥയായിരുന്നു. എനിക്ക് എന്തൊക്കെ എടുക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അതാ കണ്ടില്ല, ഈ പൊടികളൊക്കെ വെക്കണേ അങ്ങനത്തെ ഒരു ബോക്സ് ആയിരുന്നു. ഡ്രസ്സ് അത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് കുറച്ചധികം റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ തന്നെ മേടിച്ചു. ശരണ്യയ്ക്ക് എന്തൊക്കെ എടുക്കണമെന്ന് അവൾക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓഫറൊക്കെ കണ്ട് കിളി പോയിട്ടാണ് അവൾ നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാങ്ങി കൂട്ടിയിട്ട് പിന്നെ അതാ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. ബില്ല് ചെയ്യാൻ അവിടെ കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി വാങ്ങിയിട്ടില്ല എന്ന് അപ്പോഴാണ് ഓർമ്മ ഉണ്ടായിരുന്നത്. പിന്നെ ഫാൻസിയുടെ അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഇങ്ങനെ പറഞ്ഞ പോലെ നമുക്ക് ഒതുങ്ങുന്ന എല്ലാതരം ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പച്ചക്കറിയും കാര്യങ്ങളും മേടിച്ചു. പിന്നെ വിചാരിച്ചു ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അധികം ശരിയാവില്ല പോവാന്ന്. ഇത് അമ്പൂര് വന്ന് കിട്ടിയതാണ് കേട്ടോ, ചെറിയൊരു പെങ്കിൻ. അങ്ങനെ ഇതൊക്കെ നടന്ന് കണ്ടും പെറുക്കിയും ഞങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, വിശന്നുണ്ടായിരുന്നു. ഞങ്ങൾ ക്രൗണിലാണ് നേരെ കയറിയിട്ടുണ്ടായിരുന്നത് കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് ഞങ്ങൾ ബട്ടർ ചിക്കനും പൊറോട്ടയും എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ടർ ചിക്കനും പൊറോട്ടയും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നൂൽ പൊറോട്ട ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ ആയി ക്രൗണിൽ കയറിയിട്ട്. മിക്കതും ഞങ്ങൾ മുന്നേക്ക് അധികം അവിടെയാണ് കയറാറുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾ എല്ലാവരും കൂടെ മാക്കം ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.